ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിടെക് മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തസ്തികയുടെ ഒരു എക്സാമിനേഷന്റെ സ്ലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തസ്തികയെ പറ്റി പറയുകയാണെങ്കിൽ ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. ബിടെക് ബിരുദധാരികൾക്ക് പൊതുവെ യൂണിഫോംഡ് കോഴ്സസ് എക്സ്ക്ലൂസീവായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ളൊരു കേസാണ്. മെക്കാനിക്കൽ മേഖലയിലുള്ളവർക്കും ഓട്ടോമൊബൈൽ ഉള്ളവർക്കൊക്കെ നമ്മുടെ ഗതാഗത വകുപ്പിൽ AMY ആയിട്ട് കയറാം എന്നൊരു തസ്തിക ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാ ബിടെക്കുകാർക്കും പൊതുവായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് അത് ഇൻസ്പെക്ടറേറ്റ് ഓഫ് ലീഗൽ മെട്രോളജിയാണ്. ഇനി ബിടെക്കുകാരെ കൂടാതെ മറ്റൊരു സ്ട്രീം കൂടി ഉണ്ട്. അതായത് BSc എടുത്ത പേപ്പറിൽ ഏതെങ്കിലും ഒരു പേപ്പർ ഫിസിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം സെക്കൻഡ് ഇയറിലോ അല്ലെങ്കിൽ 2 സെമ്മിലോ ഒക്കെ നമ്മൾ ഫിസിക്സ് ഒരു പേപ്പറായിട്ട് എടുത്ത് പഠിക്കാറുണ്ട്. ഇവർക്കും ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ കഴിയുന്നതാണ്. ഈ 2 വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു എക്സാമിനേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. മാത്രമല്ല ഈ ഒരു പോസ്റ്റിന്റെ ഒരു ബിഗിനിങ്ങിൽ തന്നെ അത്യാവശ്യം അധികാരങ്ങളും പദവികളും ഒപ്പം തന്നെ യൂണിഫോമും ഉള്ള ഒരു തസ്തികയാണ്. നമുക്കൊക്കെ അറിയാം ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഒരു അളവ് തൂക്കവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിഷ്കർഷയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിങ് ആണ്. അപ്പോൾ ഇവിടെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കൃത്യമായ ഒരു ഡെഡിക്കേഷനും കൃത്യമായ ഒരു ടൈം സ്ലോട്ടും ഒക്കെ സെറ്റ് ചെയ്ത് തയ്യാറെടുപ്പുകളുമായിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു സമയം തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വന്നിരിക്കുന്ന സ്ലോട്ടാണ്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന മാസത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ എക്സാം ഉണ്ടാകുമെന്ന രീതിയിൽ വേണം നമ്മൾ പഠനം സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ. അപ്പോൾ ആ ഒരു എക്സാമിനേഷന്റെ ഡീറ്റെയിൽസും ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ 613/2025 എന്ന നോട്ടിഫിക്കേഷൻ നമ്പറിലായിരുന്നു ഈ ഒരു എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇത് ലീഗൽ മെട്രോളജി എന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. അളവ് തൂക്കം ഇവയൊക്കെയാണ് അവിടെ കൃത്യമായിട്ട് അവർ അസസ് ചെയ്യുന്നത്. ഇനിയും ഈ തസ്തിക ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് തന്നെയാണ്. ഇനിയും ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ആണ് 43,400 തുടങ്ങി 91,200 അവസാനിക്കുന്ന അത്യാവശ്യം അട്രാക്റ്റഡ് ആയിട്ടുള്ള സാലറി തന്നെ ലഭിക്കുന്ന പോസ്റ്റാണ്. ഇതിന്റെ വേക്കൻസികൾ ആന്റിസിപ്പേറ്റഡ് ആണ്. ആന്റിസിപ്പേറ്റഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിലവിലൊരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ആന്റിസിപ്പേറ്റഡ് ആവുന്നത്. നമുക്കറിയാം PSC വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുമ്പോൾ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന രീതിയിലായതുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആന്റിസിപ്പേറ്റഡ് ആയിട്ട് മാറുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് നിയമനങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമ്മൾ എന്ത് വേണം, നമുക്ക് എപ്പോഴും സീനിയോറിറ്റി കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ ആദ്യം ജോലി കിട്ടാൻ വേണ്ടിയും ആദ്യത്തെ റാങ്കിൽ വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിക്കും. ഇനിയും ഈ ഒരു നിയമന രീതിയെ പറ്റി പറയുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നമുക്കറിയാമല്ലോ, ടെസ്റ്റ് എഴുതി നമ്മൾ കയറുന്ന രീതി തന്നെയാണ്. ആ പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയായിരുന്നു. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി അതെടുത്ത് ഞാൻ പറയുന്നില്ല. ബിടെക് മേഖലയിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും. കൂടാതെ ഫിസിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചിരിക്കുന്ന എല്ലാ ബിരുദധാരികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിന്റെ തതുല്യ യോഗ്യതകളും ഇത് തന്നെയാണ്. ഫിസിക്സ് ഒരു പേപ്പറായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഫിസിക്സ് ഒരു പേപ്പറായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് അത് കാണിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റും. വളരെ കൃത്യമായിട്ട് അങ്ങ് പറയുകയാണ്. നിങ്ങൾ ഏത് സ്ട്രീമും ഇപ്പം PSC പറഞ്ഞിട്ടുള്ള തതുല്യ യോഗ്യതകൾ എന്ന് പറയുന്നത് ഇതിനോടകം നടത്തിയ പരീക്ഷയിൽ അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഡേറ്റ വെച്ചിട്ടായിരിക്കും. ഇനി ഇതിലില്ലാത്ത ഒരാളാണ് നിങ്ങൾ, ഈ ഒരു ലിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആ പഠിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്ന സ്ഥാപനം ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അപേക്ഷിക്കുക, നന്നായിട്ട് പഠിക്കുക, റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന പദവിയിലെത്തുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ വാലിഡേറ്റഡ് ആയിരിക്കും, യാതൊരുവിധ സംശയമില്ല. ഇത് ആധികാരികമായിട്ട് തന്നെ PSC പറഞ്ഞ കാര്യമാണ്. ഇനിയും ഇതിന്റെ അവസാന എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ എക്സാമിനേഷൻ ഇതിനു മുമ്പ് നടക്കുന്നത് 2022 485/2022 എന്ന കാറ്റഗറി നമ്പറിലായിരുന്നു. അന്ന് DOI നിലവിൽ വന്നത് 27/4/2024 അന്ന് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 43.33 മാർക്കും അന്ന് മാക്സിമം മാർക്ക് റിട്ടേൺ ആയിട്ട് വന്നത് 55 മാർക്കുമാണ്. അതായത് കട്ട് ഓഫ് മാർക്കും ഹയർ സ്കോർ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്ക് എക്സാമിനേഷൻ അത്യാവശ്യം നിലവാരമുള്ള എക്സാമിനേഷൻ ആണെന്ന് മനസ്സിലാക്കാം. നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ 55 എന്ന് പറയുന്ന മാർക്കിന് മുകളിലേക്ക് നമുക്ക് സ്കോർ എത്തിക്കാൻ പറ്റും. മാക്സിമം നെഗറ്റീവുകൾ വരുത്താതെ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുപ്പുകൾ കൊണ്ടുപോവുകയും ഇപ്പോൾ തന്നെ റെഗുലർ ആയിട്ടുള്ള ചിട്ടയോട് കൂടിയ ഒരു പഠനമൊക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ 55 എന്ന് കഴിഞ്ഞ തവണ വന്ന മാർക്കിന് മുകളിലേക്ക് നമ്മുടെ സ്കോറിന് ഉയർത്താൻ പറ്റും. എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പോകണം എന്ന് മാത്രം. നമുക്കറിയാമല്ലോ, ഒരു ജനറൽ അവയർനെസ്
അവയർനെസ്സും ഒപ്പം തന്നെ ഒരു കൃത്യമായ ഒരു ധാരണയും എക്സാമിനേഷനെ പറ്റി വേണ്ടത് അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് നല്ല സ്കോർ നേടിത്തരുന്ന ഒരു കാര്യമാണ്. ഇനിയും ഈ ഒരു എക്സാമിനേഷൻ നമുക്ക് എന്നത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം. ഇത് കാറ്റഗറി നമ്പർ 613/2025 എന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ PSC തന്നെ പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി വരുന്നത് എക്സാമിനേഷൻ ടൈം ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടുകളിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ഏതെങ്കിലും ഒരു സ്ലോട്ടിലായിരിക്കും എക്സാം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉയർന്ന റാങ്ക് കിട്ടണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം? ഓഗസ്റ്റ് മാസത്തിൽ 1-ാം തീയതി തന്നെ പരീക്ഷ നടക്കും എന്ന രീതിയിൽ നമ്മൾ പഠനമായിട്ട് മുമ്പോട്ട് പോകണം. ഓഗസ്റ്റ് മാസം 1-ാം തീയതി തന്നെ എക്സാം നടക്കും എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് 1-ന് ശേഷം കിട്ടുന്ന എല്ലാ ദിവസവും നമുക്ക് കൃത്യമായിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റിവിഷനുള്ള സമയം കിട്ടും. എത്രത്തോളം ഒരു എക്സാമിനേഷന് റിവിഷനും ഒപ്പം തന്നെ പ്രാക്ടീസ് മോക്കുകളും ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന സ്ഥാനത്തേക്ക് എത്താനുള്ള സാഹചര്യം കൂടും. മാത്രമല്ല എക്സാം എൻവയോൺമെന്റുമായിട്ടുള്ള ഒരു അടുപ്പം കൂടി വരികയും ചെയ്യും. നിങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കുക കേരള PSC ആണ്. അതുകൊണ്ട് തന്നെ പേപ്പറിൽ ബബിൾ ചെയ്ത് തന്നെ പഠിച്ചു തുടങ്ങുക. അതായത് നമ്മുടെ ആപ്പുകളിലൊക്കെ ധാരാളം എക്സാംസ് ഉണ്ട്. അതിൽ ചെയ്യുന്നതിനൊപ്പം തന്നെ ബബിൾ ഷീറ്റുകൾ കൂടി ചെയ്യുക. കാരണം പലപ്പോഴും നമ്പറുകൾ തെറ്റി മാർക്കിംഗ് ചെയ്യുന്ന അബദ്ധമൊക്കെ പല ഉദ്യോഗാർത്ഥികൾക്കും വരാറുണ്ട്. ഒരു മാർക്കും ആ മാർക്കിന്റെ നെഗറ്റീവും നമ്മളെ വളരെയധികം മോശമായി ബാധിക്കും എന്നതുകൊണ്ടാണ് അത് പറയുന്നത്. നിങ്ങൾ അത് കൂടി ചെയ്തു തുടങ്ങുക. ഇപ്പോൾ തന്നെ നമ്മളത് തുടങ്ങേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ മെട്രോളജിയുടെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നമുക്കറിയാം ഓഗസ്റ്റ് 1-ാം തീയതി എന്ന രീതിയിൽ പഠിച്ചു തീർക്കണം എന്ന രീതിയിലാണ് നമ്മൾ കോഴ്സുകളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്താൽ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ നിരവധി റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മിക്ക പരീക്ഷകളിലും ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ പറ്റി എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കുന്നതിൽ മാത്രമല്ല ഏണസ്റ്റ് അക്കാഡമി വിജയിച്ചിട്ടുള്ളത്, മറിച്ച് റാങ്ക് ലിസ്റ്റുകളിൽ ഏതാണ്ട് 50%-ലധികം ഉദ്യോഗാർത്ഥികളെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളിടത്താണ് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത്. കാരണം നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിച്ചാൽ ജോലി കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങളെ ഉൾപ്പെടുത്താൻ, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള തയ്യാറെടുപ്പുമായിട്ട് മുമ്പോട്ട് പോകാം. ഏണസ്റ്റ് അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ ഉന്നതമായ റാങ്കാണ് ലക്ഷ്യമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ തയ്യാറെടുപ്പുകളായിട്ട് മുമ്പോട്ട് പോകാം. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.